നാളത്തെ ലേലം നമുക്ക് തന്നെ കിട്ടുമെന്ന് എന്താ ഏട്ടാ ഉറപ്പ്? ഉറപ്പാ മോളെ, നാളെ ചിട്ടി നമുക്ക് തന്നെ കിട്ടും. പരമാവധി ലേലത്തുക കുറച്ചായിരിക്കും ഞാൻ നാളെ ചിട്ടി വിളിക്കുന്നത്. പിന്നെ ചിട്ടി വിളിക്കുന്നത് നമ്മുടെ നാട്ടുകാർ തന്നെയല്ലേ, അവരോടൊക്കെ ഞാൻ എന്റെ ആവശ്യം പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ സഹായിക്കാന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോ ചിട്ടി നമുക്ക് തന്നെ കിട്ടില്ലേ? എന്താണ് അവിടെ ഒരു ചർച്ച? മാമാ വാ. ഗിരിയേട്ടാ, എവിടെ പോയിട്ട് വരാണ് രണ്ടുപേരും കൂടെ? ഞങ്ങള് തയ്യക്കാരി ജാനകി രഘുവർ ഒന്ന് പോയിട്ട് ഇവിടെ ബ്ലൗസ് എന്തോ അവിടെ തയ്ക്കാൻ കൊടുത്തു. എന്നിട്ട് കിട്ടിയോ? എന്തായടാ ശ്രീധനത്തിന്റെ കാര്യം? നാളത്തെ ലേലത്തിൽ എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? ആ, അത് നമുക്ക് തന്നെ കിട്ടും. ആ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ഐഡിയ പറയട്ടെ. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. എടാ, കല്യാണത്തിന്റെ ദിവസം ഒന്നും കുറിക്കാത്ത സ്ഥിതിക്ക് ഈ ചിട്ടി പിടിക്കുന്ന പൈസ എടുത്ത് വട്ടിപ്പലിശയ്ക്ക് കൊടുക്ക്. 1 മാസമെങ്കിൽ 1 മാസം, 2 മാസമെങ്കിൽ 2 മാസം. പണം പലിശയും ചേർത്ത് കുറെ ഇങ്ങ് കൈ കിട്ടില്ലേ? ഏയ്, അതൊന്നും ശരിയാവില്ല. ഈ പണം വാങ്ങുന്നവർ അതും കൊണ്ട് മുങ്ങിയ ആകെ അവതാളത്തിലാവില്ലേ? എന്തിനാ വെറുതെ? അല്ലെങ്കിലും അച്ഛന്റെ തലയിൽ പൊട്ട ഐഡിയല്ലേ വരൂ. ചിട്ടി പിടിച്ച് കിട്ടുന്ന കാശ് ഗിരിയേട്ടൻ ഭദ്രമായിട്ട് സൂക്ഷിച്ചാ മതി. പിന്നെ എന്റെ കയ്യില് 6-7 പവൻ സ്വർണ്ണമുണ്ട്. അത് ഞാൻ തരാം. അതെന്തായാലും ഈ വീട്ടിലേക്ക് തന്നെ വരാനുള്ളതല്ലേ. ഈ വീട്ടിലേക്ക് വരാനുള്ളത് അത് നിന്നെ കെട്ടിച്ചേക്കുമ്പോ ഇടാനുള്ളതല്ലേ? എല്ലാം ഒന്ന് തന്നെ അല്ലേ ഗിരിയേട്ടാ? അല്ല ഗിരിയേട്ടാ, നാളെ ലേലത്തിന് ഞാൻ കൂടെ വന്നോട്ടെ? നീ എന്തിനാ വരുന്നത്? പാറു എന്തായാലും വരുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ റാണിയും ഉണ്ടാവും. ഞങ്ങള് 3 പേര് മാത്രം മതി. അതെന്താ ഞാൻ കൂടെ വന്നാല്? എന്നെ കൂടെ കൂട്ടാൻ കൊള്ളൂലേ? എനിക്കെന്താ ചന്തമില്ലേ? കൂടെ വരണ്ടെന്ന് പറയാം. എനിക്കെന്താ കുറവ്? നിനക്ക് തലക്കകത്ത് ബുദ്ധിയും വിവരവും ഇല്ല, അത്ര തന്നെ കുറവ്. വേറൊരു ഐഡിയ കൂടെ ഉണ്ട്.